നമ്മൾ ആദ്യം പോകുന്നത് ടൈഗർ ടോപ്പിലേക്കാണ്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ടൈഗർ ടോപ്പിയിലെത്തി. അപ്പൊ നമുക്ക് ഈ പാക്കേജിൽ നിന്നുള്ള തപ്പി ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം ഭയങ്കര വെയിലായിരുന്നു അവിടെ. ഇവിടെ നമ്മുടെ പാക്കേജിന്റെ കൂടെ എടുത്തിട്ടുള്ള ടിക്കറ്റിൽ തന്നെ നമുക്ക് ടൈഗറിന്റെ ഫോട്ടോ എടുക്കാനുള്ള പ്രിവിലേജ് ഉണ്ടായിരുന്നു. സോ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ടൈഗറിന്റെ ഫോട്ടോ എടുക്കാനാണ്. പിന്നെ ഇവിടെ തന്നെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. ടൈഗറിന് ഫീഡ് ചെയ്യലും അതുപോലെ പാല് കൊടുക്കലും അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് വേറെ ഉണ്ട്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണെന്ന് നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, കം ഓൺ ഗൈസ്. അപ്പോൾ ഇതിന്റെ കീഴിൽ നമുക്ക് ആദ്യം കയ്യിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ടിക്കറ്റും തരും. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കിടക്കണത്. അപ്പൊ നമുക്ക് ഈ ടിക്കറ്റും സ്റ്റിക്കറൊക്കെ നോക്കിയിട്ടോ നമുക്ക് ഇങ്ങനെ ഓരോന്നിനും ഉള്ളിലേക്ക് എൻട്രി നമുക്ക് കിട്ടണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു വണ്ടിയിലാണ് നമ്മൾ ഈ ഒരു ഏരിയയുടെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുന്നത്. സോ ദിസ് ഈസ് അവർ ഗൈഡ് സോണിയ. ഞങ്ങൾ ഇത്ര ഒരു പേരായിട്ടുണ്ട്, 12 പേരായിട്ടാണ് ഞങ്ങൾ ടൈഗർ ടോപ്പിയുടെ ആ ഉള്ളിലേക്ക്, അതായത് ടൈഗേഴ്സ് ഒക്കെ ഉള്ള ഒരു ഏരിയക്ക് നമ്മൾ കിടക്കുന്നത്. ഈ ഒരു യാത്രയുടെ ഉള്ളിൽ എനിക്ക് ഒന്നും കാണാനില്ല. കുറെ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ കാണുള്ളൂ. അതിന്റെ ഉള്ളിലാണ് നമ്മുടെ യഥാർത്ഥ ടൈഗേഴ്സ് അല്ലാതെ ഇരിക്കുന്നത്. അപ്പം അവിടെയുള്ള ടൈഗേഴ്സ് എന്നൊക്കെ ഞാൻ കാണിച്ചത്. ഏറ്റവും അധികം ഞങ്ങൾ ഫോട്ടോ എടുക്കാനാണ് പോയത് ടൈഗറിന്റെ കൂടെ. അപ്പൊ കേട്ട പടി കിടക്കാത്ത പടി ആദ്യം ഓടിപ്പോയത് അമ്മ കേട്ടോ. അമ്മയ്ക്ക് അവിടെ ഇത്രയും ധൈര്യം ഞാനും കുറെ ആലോചിച്ച്. എന്തായാലും അമ്മ പോയോണ്ട് പിന്നെ പിന്നാലെ ഞങ്ങൾക്ക് പോകാണ്ടിരിക്കാൻ നിവർത്തിയായി പോയത് പപ്പയാണ് കേട്ടോ. പപ്പ പോയപ്പോ ഉണ്ടായത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടോളൂ. Có con tiền đấy vậy. Ơi, năng luôn. ഇതിനെ മറന്നിച്ചു. അത് കണ്ടിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് പപ്പോടെ കയ്യിൽ നിന്ന് വെക്കണ്ടെന്ന് വെറുതെ റിസ്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ നിൽക്കണ്ടായിരുന്നു. ഇത് കണ്ടതിന് ശേഷം എനിക്ക് പിന്നെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പോയി ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ. പൂവും വേണം, പക്ഷെ അതെങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന കാര്യം വെച്ചിട്ട് ഒരു നിമിഷം ഞാനും ഇരുന്നു. എങ്കിലും ധൈര്യം സംഭരിച്ച് ഞാനും പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. അതിന്റെ പിന്നാലെ ജോഷി സെയിം കൂടെ വന്നിട്ട് ഫോട്ടോ കൊടുത്തു കേട്ടോ. അപ്പോ നമ്മളിപ്പോ ഉള്ളത് ടൈഗർ ടോപ്പിയ പാർക്കിലാണ്. ഇവിടെ നമ്മളിങ്ങനെ കുറെ ടൈഗേഴ്സിനെ കാണാം. ടൈഗറിന് മാത്രല്ല കേട്ടോ, കുറെ വേറെയും ജീവികളെ കാണാൻ. ഇപ്പൊ ഞങ്ങൾ അവിടെ പോയി തൊട്ടപ്പുറത്തെ കൊക്കറോയിൽ പ്രസവിക്കുന്നത് കണ്ടിട്ടോ. ഒരു കുഞ്ഞ മുതലക്കുട്ടി അതിന്ന് മുട്ടയെന്ന് പുറത്ത് വിരിഞ്ഞു വരുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടു. അത് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. അതിന്റെ ശേഷം അതിന്റെ അപ്പുറത്തെ തീകളുകളുടെ കൂടെ ഫോട്ടോക്ക് ഒരാൾ എടുക്കണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്ന ഒരാൾ തന്നെയായിരുന്നു അത്. അപ്പൊ എന്താ വെച്ചാൽ ടൈഗർ ഫീഡിങ് ആണ് കേട്ടോ. അപ്പൊ ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് കുറെ ടാർഗറ്റ്സ് മുകളിലുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഗണ്ണും തരും. നമ്മൾ ഒരു ഹൈറ്റിലാണ് നിൽക്കണം. നമ്മൾ ആ ഒരു ടാർഗറ്റിന് കറക്റ്റ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്ന് ഒരു മീറ്റ് താഴ്ച വരും. അത് തിന്നാനായിട്ട് പുലികൾ വരും. അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. പക്ഷെ തന്നെ എല്ലാത്തിനും നല്ല റേറ്റിലാണ്. ഞങ്ങളതൊന്നും ചെയ്യാൻ പോയില്ല. ജേഷുമാണ് കേട്ടോ ഇതെങ്ങനെയാ ടൈഗറിനെ ഫീഡ് ചെയ്യാന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ. ടൈഗറിന് മാത്രമല്ല കേട്ടോ, വേറെ കുറെ ജീവികളിലൂടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. എല്ലാം ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. എന്തോ ഫാമിലി ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. നടന്നിട്ട് അതിന്റെ വിഷമം മാറുന്നില്ല. അത് വേണം CBI വേണോ അതോ ഞാൻ പറഞ്ഞ നാഗവലി വേണോ? ഇങ്ങോട്ട് തിരിച്ചു ആ സമയമില്ല. അമ്മ അങ്ങനെ ഇവിടെ കുറെ പുലികളെ കാണാട്ടോ. വെള്ളത്തിനുള്ളിലും കിടന്നുറങ്ങണതായിട്ടും കുറെ തേങ്ങക്കാട് നടക്കണതായിട്ടും കുറെ കിളികളെ കാണാം. കുളം കാണാം. മുതലകൾ കുറെ ഇട്ട് ഇങ്ങനെ അതിന്റെ പുറത്തായിട്ടും കഴിക്കുന്നത് മുന്നിലായിട്ട് കഴിക്കുന്നതൊക്കെ കാണാം. കുറെ കാണുമ്പോൾ ചത്തിട്ട് കിടക്കണ പോലത്തെ ഒരു ഫീലൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാം ജീവനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് സിംഹത്തിന്റെയും പുലിയുടെയും അതുപോലെ തന്നെ മുതലുടെയും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കലും അവരെ ഫീഡ് ചെയ്യലും അങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം കേട്ടോ. വാക്കോത്ത് ടൈഗറിനാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ്. ഇതൊക്കെ നമുക്ക് പാക്കേജ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ ഞങ്ങൾ ടൈഗറിന്റെ കൂടെ ഫോട്ടോ മാത്രമേ എടുത്തുള്ളൂ. അതല്ലാണ്ട് പിന്നെ അവിടെ കുറെ ജീവികളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഒക്കെ നമ്മൾ കുറെ കറങ്ങി നടന്ന് കണ്ടു. അപ്പോഴേക്കും നമ്മൾ ആകെ ടയർഡായിട്ടോ. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോ ടയർഡായി. ഈ ടൈഗർ പാർക്കില് ടൈഗർ ടോപ്പി അതാണ് ഇതിന്റെ പാർക്കിന്റെ പേര്. അവിടെ ഞങ്ങള് നടന്ന് സ്ഥലം കണ്ടപ്പോൾ ഞങ്ങള് ഓൾമോസ്റ്റ് ടയർഡായി. നമുക്ക് നല്ല വീരടിച്ച് അല്ലേ, വീടമുഖം കണ്ടുള്ളത്. ഓക്കെ, നമ്മളിങ്ങനെ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഈ ഫുഡ് കഴിക്കുന്ന സ്പോട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചുറ്റും ടൈഗേഴ്സ് നടക്കുന്നത് കാണാട്ടോ. അപ്പൊ ടൈഗറിന്റെ കൂടെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാ ലഞ്ചിനുള്ളതെന്ന് നോക്കാം. ഇവിടെ ഇന്ത്യൻ സ്റ്റൈൽ ഫുഡുകളൊക്കെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ബസുമതി റൈസ് ആയിരുന്നു, കുറച്ച് സ്റ്റിക്ക് ചെയ്യുന്നു അത്, എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് അതുപോലെ തന്നെ സാലഡ്, സാമ്പാർ, പരിപ്പ്, അങ്ങനത്തെ കുറെ രസം, അങ്ങനത്തെ കുറെ ഇന്ത്യൻ ഡിഷസ് ഒക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി ആയിരുന്നു ആ ഫുഡുകളൊക്കെ. പിന്നെ നമുക്ക് കുറച്ച് പപ്പടം, അച്ചാറ്, സാലഡൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ നമുക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ അവിടുത്തെ ചിക്കൻ കറി ആയിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് മാത്രമാണ്
കുറച്ച് ഹോട്ടായിട്ട് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാരണം കൊണ്ട് ആ ചിക്കൻ കറിയോട് കൂടിയിട്ട് എനിക്ക് ഈ ലഞ്ച് കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ടൈഗർ ടോപ്പിയത്തെ നമ്മുടെ ലഞ്ച്. അപ്പം നമ്മൾ ഈ ടൈഗറിൻ്റെ കൂടെ ഇരുന്നിട്ട് ലഞ്ച് കഴിക്കാൻ പറ്റുന്നു, അതുപോലെ അതിനോട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നു ഒട്ടും പ്രതീക്ഷയില്ല. അപ്പം അങ്ങനത്തെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമുക്ക് ഇവിടെ ടൈഗർ ടോപ്പിയ നമുക്ക് കിട്ടിയത്. അതുപോലെ ഡെസേർട്ടായിട്ട് സെർവ് ചെയ്തത് ക്യാരറ്റ് ഹലുവയായിരുന്നു കേട്ടോ. ആദ്യം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചു നമ്മൾ. അപ്പോഴാണ് ഇതാ ഇങ്ങനെ ഒരു ഏരിയ കണ്ടത് കേട്ടോ. അപ്പം നമുക്ക് ഒറിജിനൽ പുള്ളിയുടെ കൂടെ എടുക്കാൻ പറ്റാത്ത ഫോട്ടോസൊക്കെ ഇതാ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് ആഗ്രഹം കൊണ്ട് തീർത്തു കേട്ടോ. നല്ല രാജാക്കന്മാരെ പോലെ ഇങ്ങോട്ട് ഇരുന്ന് സ്റ്റൈലായി കുറച്ച് ഫോട്ടോസൊക്കെ ഞാനും അമ്മയും കൂടെ കണ്ടിട്ട്. ടൈഗർ ടോപ്പിയുടെ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യുന്ന കൂടെ തന്നെ ബാക്കി അവിടെയുള്ള കുറച്ച് എപ്പിസോഡ് ഞാൻ കാണിച്ചു തരാം. ഇത് ഞങ്ങളൊരു ചെറിയൊരു ഗ്രൂപ്പ് ഫോട്ടോ ആണ്. കഴിഞ്ഞതാ ഇവിടെ നമുക്ക് കുറെ ആടുകളുടെ ഒരു ഏരിയ കാണാം. കുറെ ചെമ്മരിയാടുകളും കുറെ ടൈപ്പ് ആടുകളും പിന്നെ കുറച്ച് ആമകളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തേളുകളുടെ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കാം. ഇതിന്റെ പാക്കിലെ കോക്കനട്ട് ഷോ ആണ് കേട്ടോ. 350 തായ്പാത്താണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ചെയ്യേണ്ടെന്ന് വെച്ചു. സോ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മുടെ ടൈഗർ ടോപ്പ് വിശേഷങ്ങൾ. Strive for greatness.